അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ആരോഗ്യകരമായ ഒരു സൂപ്പാണ്, മുരിങ്ങയില സൂപ്പ്. ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന മായം കലരാത്ത ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ധാരാളമുണ്ട്. അത്തരത്തിലൊന്നാണ് മുരിങ്ങ. ഇതിൻ്റെ കായും ഇലയും പൂവും ഒക്കെ ഭക്ഷ്യയോഗ്യമാണ്. ഈ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ, അതായത് തൊലി, വേര് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും തന്നെ നാട്ടുമരുന്നുകളിൽ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. മുരിങ്ങയില ദിവസവും ഒരു പിടിയെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചാൽ ഇത് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ പലതാണ്. മുരിങ്ങയില ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും മുടി വളർച്ചയ്ക്കുമെല്ലാം ഒരുപോലെ ഗുണകരമാണ്. പ്രമേഹ രോഗികൾ ദിവസവും മുരിങ്ങയില കഴിക്കുന്നത് ഷുഗറിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ സഹായകരമാണ്. ഒരു പിടി മുരിങ്ങയില ചൂടുവെള്ളത്തിൽ ഇട്ടോ അല്ലെങ്കിൽ ചൂട് ചോറിൻ്റെ അകത്ത് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കുന്നത് BP നിയന്ത്രിക്കാനുള്ള നല്ലൊരു മാർഗമാണ്. കാൽസ്യവും ധാതുക്കളും ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിനും മുരിങ്ങയില നല്ലതാണ്. ഇരുമ്പിൻ്റെയും ഫോസ്ഫറസിൻ്റെയും കലവറ തന്നെയാണ് മുരിങ്ങയില. അതുകൊണ്ട് നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാണ്. വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസ്, പ്രോട്ടീൻ തുടങ്ങി ധാരാളം വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കലവറയാണ് മുരിങ്ങ. മുരിങ്ങയില സ്ഥിരമായി കഴിക്കുന്നത് കുട്ടികളിൽ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും പ്രതിരോധശേഷി കൂട്ടുവാനും നല്ലതാണ്. അപ്പോൾ നമുക്ക് സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. സൂപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ ഈ സമയം നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ചതച്ചെടുത്ത കുരുമുളകാണ്. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം കുരുമുളക് എടുക്കാനായിട്ട്. ഞാനിവിടെ മുഴുവൻ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നന്നായി വാടിക്കഴിയുമ്പോൾ, അതായത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരണം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഞാനിവിടെ നന്നായി കഴുകി അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് ഇല മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു കലത്തിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കലത്തിലാണ് നമ്മൾ സൂപ്പ് തയ്യാറാക്കുന്നത്. അപ്പം മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2.5 കപ്പോളം മുരിങ്ങയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മുറുക്കി പിടിച്ചാലുള്ള ഒരു അളവാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം നമുക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സൂപ്പിന് പാകത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു അരമണിക്കൂർ വരെ തിളപ്പിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന 2ആയിട്ട് മുറിച്ച് വെച്ച് ചെറി ടൊമാറ്റോയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ തക്കാളിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം മസാല വഴറ്റിയ കൂടെ ചേർത്ത് വഴറ്റാവുന്നതാണ്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. അതിനോട് വേണ്ടിയിട്ട് നന്നായിട്ടൊന്നുകൂടെ തിളപ്പിച്ചെടുക്കുകയാണ്. 1-2 മിനിറ്റ് കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് സൂപ്പിന് വേണ്ടുന്ന ഉപ്പൊന്ന് ക്രമീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എരിവും. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം അതാണ് സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ഇത് നിർബന്ധമില്ല. സൂപ്പിനൊരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം.
ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.